ഗ്രാൻഡ് ഫിനാലയിൽ രാവിലെ തന്നെ 3 ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ആരുടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് ആണ്? ലാലേട്ടൻ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം എന്താണ്? നമ്മുടെ ട്രോഫി എങ്ങനെയാണ് ഇരിക്കുന്നത്? അതെ, നമ്മുടെ ട്രോഫി എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കപ്പിൻ്റെ വ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പൊളിക്കും സീസൺ 6ൻ്റെ ഗ്രാൻഡ് ഫിനാലെ. രാവിലത്തെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് പറയാം. എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് അപ്ഡേറ്റുകളാണ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ബിഗ് ബോസിൻ്റെ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ട്രോഫിയെ കുറിച്ചിട്ടാണ്. ട്രോഫി ഇപ്പൊ തമിഴ് സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ആ സെയിം സെറ്റിൽ ഇതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മുൻകാലത്തെ സീസണുകൾ പോലെ തന്നെ ഒരു കറുത്ത സ്റ്റാൻഡും എക്സാക്റ്റ് നമ്മുടെ ലോഗോ ഇങ്ങനെ 6ൻ്റെ ഈ സംഭവമൊക്കെ ഇങ്ങനെ മിന്നലടിച്ച പോലെ ഒരു മുള്ള് പോലെ നമ്മുടെ ലോഗോ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ 3D വെർഷനാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ലോഗോ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ താഴെ സ്റ്റാൻഡിന് പകരം 6 എന്ന് പറയുന്ന ആ സാധനമായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ തമിഴിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ മലയാളത്തിലും ആ ഒരു ടച്ച് വരുമെന്ന് കരുതി. പക്ഷെ ഒരു ചേഞ്ചും ഇല്ല. നമ്മുടെ കഴിഞ്ഞ 5 സീസണുകളിൽ എങ്ങനെയായിരുന്നോ ട്രോഫി സെയിം എക്സാക്റ്റ് അതുപോലെ തന്നെയാണ് നമ്മുടെ ലോഗോ വരുന്നു. അതിൻ്റെ താഴെ ഒരു പിടി വരുന്നു. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത്തവണയും അങ്ങനെ ലോഗോ ഉള്ള ട്രോഫി തന്നെയാണ്. ഓക്കെ, ട്രോഫി അവിടെ കൊണ്ട് സെറ്റിൽ വെച്ചിട്ടുണ്ട്. ഷൂട്ടിങ് തുടങ്ങി. കണ്ടസ്റ്റൻസ് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. കണ്ടസ്റ്റൻസിൻ്റെ സീറ്റ് ഇപ്പോഴും അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കണ്ടസ്റ്റൻസിൻ്റെ സീറ്റിൽ അവർ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും, അവരെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും, ഉച്ചത്തെ ശേഷമുള്ള ഷെഡ്യൂളിലായിരിക്കും കണ്ടസ്റ്റൻസിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ കഴിഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ധന്യയുടെ ഒരു ഡാൻസാണ്. ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ 3 സോങ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസാണ് ധന്യ മേരി വർഗീസിൻ്റെ. നമ്മുടെ സീസൺ 4 തന്നെയല്ലേ ധന്യയുടെ ഡാൻസാണ്. രണ്ടാമത് ദിൽഷയുടെ ഡാൻസാണ്. അതും ബ്ലാക്ക് ഡ്രസ്സാണ്. ആ പാട്ട്. അതിനുശേഷം പിന്നീട് ഒരു തെലുങ്ക് പാട്ട്, പിന്നീട് അതിനുശേഷം ഒരു തമിഴ് പാട്ട്. അങ്ങനെ 3 പാട്ടിൻ്റെ ഒരു മിക്സ് ഡാൻസാണ് ദിൽഷയുടേത്. അടുത്ത് മൂന്നാമത് ഡാൻസ് കളിക്കുന്നത് നമ്മുടെ സീസൺ 5ലെ ശ്രുതിലക്ഷ്മി. ഒരു സെമി ക്ലാസിക്കൽ ഡാൻസാണ്. റെഡ് ഡ്രസ്സിൽ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസാണ്. ഓക്കെ, അടുത്ത് ലാലേട്ടൻ ഒരു കറുത്ത സ്യൂട്ട് ഇട്ടുകൊണ്ടാണ് അവിടെ ഉള്ളത്. ഇപ്പം നിലവിൽ കറുത്ത സ്യൂട്ട് ഇട്ടുകൊണ്ടാണ് അവിടെ ഉള്ളത്. കണ്ണട വെച്ചിട്ടില്ല, ഇതുവരെയും കണ്ണട വെച്ചിട്ടില്ല. ഞാൻ പറയുന്നത് കണ്ണട വെക്കാത്ത ലാലേട്ടനാണ് സെറ്റ്. അടിപൊളി, അതാണ് സെറ്റ്. കണ്ണട വെക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ നമുക്കൊരു പ്രായം തോന്നി. ഇപ്പം നമുക്കത് വേണ്ട, നമ്മുടെ യൂത്ത് ആയിട്ടുള്ള ലാലേട്ടൻ മതി നമുക്ക്. അപ്പം ആ സെറ്റപ്പാണ് അവിടെ. ലാലേട്ടൻ ഇപ്പോൾ കറുത്ത സ്യൂട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ രാവിലെ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് ഉച്ചയ്ക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ളത് അടുത്ത ഒരു ഷെഡ്യൂൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഇത്രയും സാധനം അവിടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഡാൻസ് നടക്കുമ്പോഴും തീ പറക്കുന്നു, പുക, പിന്നെ ഡാൻസ് കഴിയുമ്പോഴത്തേക്ക് പേപ്പർ കീറി എറിയുന്നത്. ഈ സാധനമാണ് നടക്കുന്നത്. പിന്നെ ധന്യ, ദിൽഷ, ശ്രുതി ഇവർ മാത്രം ആണ് അവിടെ എന്താ പറയുക ഡാൻസിൽ മാറി വരുന്നത്. ഇവരുടെ പിറകിൽ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പേര് നിന്ന് കളിക്കുന്നുണ്ടല്ലോ, അതൊക്കെ സെയിം ആൾക്കാരാണ്. അവർക്കൊന്നും ഒരു മാറ്റമില്ല. ധന്യ, ദിൽഷ, ശ്രുതി ഇവർ മാറി ഇങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പം കഴിഞ്ഞ സംഭവം. ഇനി അടുത്ത അപ്ഡേറ്റായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്ക് നമ്മുടെ ട്രോഫി എൻ്റെ പൊന്നെ എനിക്കൊന്ന് കാണാൻ കൊതിയാവുന്നു. പക്ഷേ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ഒന്നും ഇല്ല. കഴിഞ്ഞ സീസൺ പോലെ തന്നെയാണ് നമ്മുടെ ട്രോഫി. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.